ഇതാണ് കേട്ടോ വയനാട്ടിലെ പ്രശസ്തമായ മാനികാവ് ശിവക്ഷേത്രം. സ്വയംഭൂ ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇതാണ് അവിടെ ഗുളികന്തറ. നമ്മൾ കയറി വരുന്ന ഭാഗം തന്നെയാണ് കേട്ടോ ഇത്. ചുറ്റുമതിലൊക്കെ കെട്ടി അമ്പലം വലിയതാക്കി കേട്ടോ. വലിയ സെറ്റപ്പ്. ഇപ്പം അമ്പലത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. മാർച്ച് 2-ാം തീയതി മുതൽ 9-ാം തീയതി വരെ അവിടെ ഉത്സവമാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കണ്ടോ ചെറിയൊരു അരുവി. അവിടെ കാലൊക്കെ കഴുകിയിട്ട് വേണം കേട്ടോ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറാൻ. ആദ്യം വെറും ഒരു ചെറിയൊരു ഇതായിരുന്നു, അമ്പലമായിരുന്നു കേട്ടോ ഇത്. ഇപ്പം അത് വലുതാക്കി എടുത്തതാണ്. ഏതോ കാലം തൊട്ടേ ഉള്ള അമ്പലമാണ് കേട്ടോ ഇത്. ആ ക്ഷേത്രം അവിടുന്ന് ശിവഭഗവാൻ ഇരിക്കുന്ന ഭാഗം ഒന്നും ചെന്ന് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ പണി തീർത്ത് കഴിയണം എന്നൊക്കെയാണ്. അങ്ങനെ ഒരു ദിവസം കൊണ്ടൊക്കെ അവിടെ ആ ഒരു ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർത്തതാണ് കേട്ടോ അത്. ഇത് ശിവഭഗവാന്റെ ശിരസിൽ കൂടി ഒഴുകി വരുന്ന വെള്ളം ആണ് കേട്ടോ. ഈ ഓവിലൂടെ വരുന്നതാണ് കേട്ടോ ഇത്. അമ്മയും പപ്പയും മക്കളും അനുവേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പോയി ഒന്ന് തൊഴാൻ പോയതാണ് കേട്ടോ. അതാണ് നട. അമ്മ ധനൂട്ടി കച്ചറയായിട്ട് അവനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അവനിങ്ങനെ ഓടുകയാണ്. ഇതാണ് കേട്ടോ അമ്പലം. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത് കാവിലേക്ക് കയറുന്ന ഭാഗമാണ് കേട്ടോ. നാഗങ്ങളുടെ സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഒരുപാട് കുരങ്ങുകളുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ നമ്മൾ അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ തേങ്ങ മുട്ടാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴേക്കും കുരങ്ങതൊക്കെ എടുത്തിട്ട് ഓടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണാനേ ഇല്ല കേട്ടോ. ഇപ്രാവശ്യം പോയപ്പോൾ കണ്ടിട്ടേ ഇല്ലേ. പക്ഷെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ. അരുവികളുടെയും കിളികളുടെയൊക്കെ സൗണ്ടും കുരങ്ങിൻ്റെ എല്ലാം ഒരു വല്ലാത്തൊരു പറഞ്ഞറിയിക്കാനറിയാത്തൊരു ഫീലാണ് കേട്ടോ ഇവിടെ. ഇതുപോലായിട്ടോ ഇപ്പം അമ്പലം. ഒരുപാട് കാലമായിട്ടോ മാനികാവ് അമ്പലത്തിൽ പോയിട്ട്. ഇതാണ് വഴിപാട് കൗണ്ടർ കേട്ടോ. ഞങ്ങൾ തൊഴുതു പോരുവാണ്. ഞങ്ങൾ പോകാൻ നോക്കിയപ്പോഴാണ് അവിടെ രാവിലെ ചായയും ഗോതമ്പിൻ്റെ ഉപ്പുമാവും ഉണ്ട്. പിന്നെ ഞങ്ങളത് കഴിച്ചു. ധനൂട്ടിക്ക് നല്ലോണം വിശന്നിരുന്നു കേട്ടോ. അവൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവൻ നന്നായി കഴിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് കാണുന്നത് തേനീച്ച കുളവിക്കൂട് നിറയെ എന്ന് പറഞ്ഞാൽ അത്ര മാത്രം ഉണ്ട്. ഒരു വലിയ മരമാണ് കേട്ടോ. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു മരമാണ് കേട്ടോ ഇത്. കുളവിക്കൂട് നിറയെ കൂടിയിരിക്കുകയാണത്. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ.